ഹലോ, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു വളയൊക്കെ കയറ്റിയിട്ട് അത് ഇൻസ്റ്റയിൽ റീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മൾ മോയ്സ്ചർ ക്രീമാണ്, ഡവിൻ്റെ മോയ്സ്ചർ ക്രീമാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്യണത്. ഞാനിതിൽ വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല, കാരണം എനിക്ക് ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ സ്പീഡ് കൂട്ടി പോകണം. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പുറത്തെടുക്കുന്ന ജോൺസിൻ്റെ കൊറിയൻ്റെ ഒരു സൺക്രീമാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറ്റി അരഞ്ചം നിൽക്കും, കാരണം ഇതിന് കുറച്ചൊരു 1000 മുകളിൽ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഇത് പുറത്തേക്ക് എടുക്കണത് കേട്ടോ. അങ്ങനെ അതൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അടുത്തത് നമ്മൾ എൻവൈബയുടെ പ്രൈം ക്രീമാട്ടോ യൂസ് ചെയ്യണത്. ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. ഞാൻ എൻ്റെ ക്രിസ്മസിൻ്റെ വീഡിയോയിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നോക്കട്ടെ. പിള്ളേർ അങ്ങോട്ട് സഡൻ വെളിയിൽ ചോടി കളിച്ചുകൊണ്ടിരിക്കട്ടോ. ബാക്കിൽ പിള്ളേർ ഇതേ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാൻറ്റ് മാത്രം ആദ്യം ഇട്ട് കൊടുത്താണ്, ഷർട്ടൊക്കെ മുന്നിട്ട് കൊടുത്താൽ അതിൻ്റെ ഒക്കെ ചെളിയൊക്കെ ആകെ ഇതാക്കും. അത് ഫിക്സ്. പിന്നെ പോകാൻ നേരെ ആകുമ്പോൾ ഷർട്ടിൻ്റെ കളറൊക്കെ മാറി വേറെ വല്ല കളറുകളൊക്കെ. അപ്പോൾ ഞാൻ പ്രൈമറൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ഞാൻ മാഴ്സിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇതിലെനിക്കൊരു തകരാറ് പറ്റി. എനിക്ക് 06 ആയിരുന്നു ഷെയ്ഡ് വേണ്ടത്, 05 ആയി. അപ്പോൾ 05 എടുത്തപ്പോൾ ഒന്നും കൂടി ഇങ്ങനെ ഒരുമാതിരി വെള്ളപ്പാണ്ട് പിടിച്ച പോലെ. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൈറ്റായിട്ട് എടുത്തിട്ട് മുഖത്ത്, ആ ലൈറ്റായിട്ട് തന്നെ മുഖത്ത് ഒരുമാതിരി പൊട്ടി പിടിച്ച പോലെ ഉണ്ടാവും. അതിനുശേഷം അത് കഴുത്തിലും മറ്റേ കൊറിയക്കാരുടെ ഒരു പരിപാടി ഉണ്ടല്ലോ, കണ്ണിലും മൂക്കിലും, അങ്ങനെ അവർ പറയണ ഒരു ഇതിലാണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതും. അത് കഴിയുമ്പോൾ എൻവൈബയുടെ തന്നെ മറ്റേ സ്ട്രോക്ക് ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ഫുള്ളും അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യം ബ്ലെൻഡർ യൂസ് ചെയ്തിരുന്നില്ല, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. പിന്നെ കോമ്പാക്റ്റ് പൗഡർ ഞാൻ യൂസ് ചെയ്യില്ല. വൈറ്റ് ടോണിൻ്റെ പൗഡർ അത് ഞാൻ അത് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ്. വൈറ്റ് ടോൺ പൗഡർ എനിക്ക് ഇത്തിരി ബെറ്ററായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വൈറ്റ് ടോൺ പൗഡർ ഫുൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ പിരികം, കണ്ണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിൽ നോക്കി ചെയ്യാൻ അറിയാത്ത കാരണം ഞാനതൊക്കെ ഓൾറെഡി ചെയ്തിട്ട് വരാം. ഞാൻ പിരികം എഴുതി കൊടുക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഈ ഹൈലൈറ്ററും ഒന്ന് കണ്ണിൻ്റെ അവിടെയും കവിളത്തും മൂക്കത്തൊന്നും ഇട്ട് കൊടുത്ത് ഞാൻ എൻ്റെ ഫുൾ ഫേസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രസ്സൊന്ന് മാറണം, കമ്മലിടണം, മുടി കെട്ടണം. അതൊക്കെയാണ് എൻ്റെ അറ്റകുറ്റപ്പണികൾ. അതിന് മുന്നേ ഞാൻ മാഴ്സിന് തന്നെ ക്രയോൺസ് ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യണത്. അതിനുശേഷം മാഴ്സിന് ലിക്വിഡ് ലിപ്സ്റ്റിക്കും. എന്താണ് തപ്പി പിടിച്ച് വന്നപ്പോൾ എല്ലാം മാഴ്സായി പോയി. ഞാൻ എല്ലാ സാധനങ്ങളും പർപ്പിൾ നിന്നാട്ടോ ഓർഡർ ചെയ്യാറ്, കാരണം എനിക്കതിൽ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ അതിൽ വരാറില്ല. അതിനെല്ലാം ക്വാളിറ്റി സാധനങ്ങൾ മാത്രമേ അതിൽ വരാറുള്ളൂ. അതുകൊണ്ട് ഞാൻ എല്ലാ ബ്യൂട്ടി പ്രോഡക്ട്സും പർപ്പിൾ നിന്നാണ്. അപ്പോൾ ഇത് സംഭവം ഞാൻ അതേ യൂസ് ചെയ്തിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയതും. എനിക്കിത് ഒന്നും കൂടി ബെറ്ററായി തോന്നി, കാരണം ഞാൻ ലിപ്സ്റ്റിക് ഇട്ടാൽ അപ്പം തന്നെ തുടച്ച് കളയുന്ന ഒരു പരിപാടിയാണ് എനിക്കുള്ളത്. പിന്നെ കർട്ടൻമ തേക്ക് അതെല്ലാവരുടെ പെണ്ണുങ്ങളുടെ ഒരു കുത്തകാവകാശമാണല്ലോ. പൊട്ടി ഞാൻ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ ഇങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഈ പണി വഴിയെന്നു വെച്ചാൽ ആ കളർ പൊട്ടില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചൊരു ലൈറ്റ് കളറും പൊട്ടും കുത്തിയും. അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വരാട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റയിൽ റീൽ അപ്ലോഡ് ചെയ്തതിൻ്റെയുള്ള ഫൈനൽ ഔട്ട്ലുക്കാണിത്. ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക. പ്ലീസ് DM ടു ഓർഡർ. സോറി, സാധാ പറയണ പോലെ ഒരു ഹാങ് ഓവറിൽ പറഞ്ഞു പോയതാണ്. അപ്പം ടാറ്റാ.